ഓക്കെ, ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്കുകളിലൊന്നാണ് ടോർക്ക് ഓൺ എ കറന്റ് ക്യാരിങ് റെക്ടാങ്കുലർ ലൂപ്പ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ടോർക്ക് ഓൺ എ കറന്റ് ക്യാരിങ് റെക്ടാങ്കുലർ ലൂപ്പ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു റെക്ടാങ്കുലർ ലൂപ്പ് പ്ലേസ് ചെയ്തിരിക്കുന്നു, അതിലൂടെ കറണ്ട് ഒഴുകുന്നു. അപ്പോൾ അതിലൊരു ടോർക്ക് ആക്ട് ചെയ്യും. ആ ടോർക്കിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിൽ രണ്ട് കേസസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അതിൽ ഫസ്റ്റ് കേസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസാണ്. സെക്കൻഡ് കേസാണ് പ്രധാനപ്പെട്ട തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് നിങ്ങൾക്ക് ആ ഐഡിയ ഒന്ന് തിയറി ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഫസ്റ്റ് കേസ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കേസ് ഞാൻ എടുത്തിരിക്കുന്നത് ദ മാഗ്നറ്റിക് ഫീൽഡ് ആക്ടിങ് ഈസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ലൂപ്പ്. ആ ലൂപ്പിന്റെ പ്ലെയിനിന്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിനെ കുറിച്ചാണ് നമുക്ക് ഫസ്റ്റ് കേസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കൺസിഡർ എ റെക്ടാങ്കുലർ ലൂപ്പ് ഓഫ് സൈഡ് L and B suspended in a uniform magnetic field of intensity B. പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ഷോൺ ഇത് ഫസ്റ്റ് സ്ലൈഡ് ആണ്. ദിസ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇവിടെ നമ്മൾ റെക്ടാങ്കുലർ ലൂപ്പ് വെച്ചിട്ടുണ്ട് അല്ലേ. റെക്ടാങ്കുലർ ലൂപ്പ് PQRS എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ ലൂപ്പ് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടുണ്ട്. ആ റെക്ടാങ്കുലർ ലൂപ്പിന്റെ സൈഡ്സ് L and B ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. A rectangular loop of side L and B suspended in a uniform magnetic field. അത് മാഗ്നറ്റിക് ഫീൽഡിൽ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. With its plane parallel to the field. With its plane parallel to the field. ഈ പിക്ചറിൽ നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഈ ലൂപ്പിന്റെ പ്ലെയിൻ എന്ന് പറയുന്നത് ഇതാണ്. ആ ലൂപ്പിന്റെ പ്ലെയിൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ് ലൂപ്പിന്റെ പ്ലെയിൻ. Let a current I flows through the loop. A current I flows through the loop. I എന്ന് പറയുന്ന കറണ്ട് ആണ് ഈ ലൂപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നത്. The arm PQ എന്ന് പറയുന്നത് ഈ ആം. The arm PQ and RS experiences a force. The arm PQ and RS experiences a force. ആ ഫോഴ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ രണ്ട് ആമിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നുള്ളത് അടുത്ത രണ്ട് ആംസ് ആണ്. ഏതൊക്കെയാണ് അടുത്ത രണ്ട് ആംസ്? QR എന്ന് പറയുന്ന ഒരു ആമും PS എന്ന് പറയുന്ന മറ്റൊരു ആമും. These two arms experiences no force. ഈ രണ്ട് ആമിലും ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യത്തില്ല. As the current in them are parallel to the direction of the field. നമ്മൾ ഓൾറെഡി ഇതിന്റെ തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിയറി നമ്മൾ പഠിച്ച ടോപ്പിക് എന്ന് പറയുന്നത് ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച തിയറി. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ വെക്കുകയാണെങ്കിൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ഇതാണ്. F = ILB sin θ ആണ്. F = ILB sin θ ആണ് നമ്മൾ ഇക്വേഷൻ നേരത്തെ പഠിച്ചത്. അപ്പം ഇതൊരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറാണ്, അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറാണ്. RS എന്ന് പറയുന്ന ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറാണ്. മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിരിക്കുകയാണ്, അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ QR എന്ന് പറയുന്ന ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ അതിൽ ഫോഴ്സ് ഒന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ SP എന്ന് പറയുന്ന അല്ലെങ്കിൽ PS എന്ന് പറയുന്ന മറ്റൊരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ അതിലും ഒരു ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല.
അത് ആക്ട് ചെയ്യാത്തതിന്റെ റീസൺ എന്താണ്? നമുക്ക് ഈ ഇക്വേഷൻ അനുസരിച്ച് ഓരോ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിലും എക്സേർട്ട് ആകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F is equal to ILB sin theta ആണ്. What is theta? What is theta here? What is theta here? ഏതൊക്കെ തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ? ആരെങ്കിലും പറയൂ. നോറ? Angle between magnetic field and current element. Angle between magnetic field and element, current element. L. Okay, current element L. Okay, right. B യും L ഉം തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. എല്ലിന്റെ ഡയറക്ഷൻ നമ്മൾ കറണ്ടിന്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ എല്ലിന്റെ ഡയറക്ഷൻ എടുക്കുന്നത്. അപ്പം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നമുക്ക് ആദ്യം ഈ QR എന്ന് പറയുന്ന കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇതാണ്. ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ സെയിം ആണ്. അതുകൊണ്ട് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് ഫോഴ്സ് 0 ആയിട്ട് മാറും. ഇനി SP എന്ന് പറയുന്ന കണ്ടക്ടർ എടുക്കുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ ഇവിടെ വരുന്നത് തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. സൈൻ 180 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോഴും ഫോഴ്സ് 0 ആവും. ഓക്കെ, അപ്പം ഈ ആമിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. ബിക്കോസ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും അതേപോലെ തന്നെ കണ്ടക്ടറിന്റെ ലെങ്തിന്റെ ഡയറക്ഷനും പാരലൽ അല്ലെങ്കിൽ ആന്റി പാരലൽ ആയതുകൊണ്ട് ആ രണ്ട് എലമെന്റിലും ഫോഴ്സ് എക്സേർട്ട് ആകത്തില്ല. പിന്നുള്ളത് PQ-ലും RS-ലുമാണ് ഫോഴ്സ് എക്സേർട്ട് ആകുന്നത്. നമുക്ക് അത് എത്ര ഫോഴ്സ് ആണ് അതിൽ എക്സേർട്ട് ചെയ്യുന്നത്, അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്തത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. Force experienced by the arm PQ. PQ will act ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തുവായിരുന്നു പറഞ്ഞത്? ILB sin theta. ഇവിടെ തീറ്റയുടെ വാല്യൂ എത്രയാണ്? തീറ്റയുടെ വാല്യൂ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു, എലമെന്റ് അല്ലെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെ. അപ്പോൾ ആംഗിൾ 90 ആയി. തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയി. സൈൻ 90യുടെ വാല്യൂ എത്രയാണ്? സൈൻ 90യുടെ വാല്യൂ 1 ആണ്. അതുകൊണ്ടാണ് നമുക്ക് ILB ആയിട്ട് എഴുതുന്നത്. അപ്പോൾ PQ എന്ന് പറയുന്ന ലെങ്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F1 എന്ന് പറയുന്നത് ILB ആയിട്ട് എടുക്കാം. ഇനിയും അതിന്റെ ഡയറക്ഷൻ, ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ നൽകുന്നത് ഏത് റൂളാണ്? ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് നൽകുന്നത് ഏത് റൂളാണ്? ഓർക്കുന്നുണ്ടോ നന്ദന? കേൾക്കാൻ വയ്യ നന്ദന? ഏത്? യെസ്, വെരി ഗുഡ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നതാണ് ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ 3 ഫിംഗേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വെക്കണം. അപ്പോൾ അതിന്റെ ഓർഡർ എന്തുവായിരുന്നു? FBI ആണ് നമ്മൾ അതിന്റെ ഓർഡറായിട്ട് എടുക്കേണ്ടത്. FBI, അതായത് തമ്പ് ഫോഴ്സിന്റെ ഡയറക്ഷൻസ് നൽകും, ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നൽകും, മിഡിൽ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷൻ നൽകും. അതാണ് ഓർഡർ. അപ്പം ആ ഓർഡർ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എങ്ങനെ കിട്ടും? ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ പേപ്പറിന്റെ പ്ലെയിൻ അല്ലെങ്കിൽ സ്ക്രീനിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ളിലോട്ടായിരിക്കും കിട്ടുക. നമുക്ക് ഈ പിക്ചർ നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടും. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഈ ഡയറക്ഷൻ ആയിരുന്നു. കറണ്ട് മുകളിലോട്ടാണ് ഒഴുകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഫോഴ്സിന്റെ ഡയറക്ഷൻ ഉള്ളിലേക്കാണ് കിട്ടുക, നേരെ ഉള്ളിലേക്കാണ്. ഓക്കെ, അകത്തോട്ടായിരിക്കും അത് ആക്ട് ചെയ്യുക. അപ്പം the direction is perpendicular to the plane of the paper and into it. അപ്പോൾ ഉള്ളിലേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നും അതിൻ്റെ ഉള്ളിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത ആം എടുക്കാം. ആർ എസ് എന്ന് പറയുന്ന ഈ ആം എടുക്കാം. ഈ ആമിലും ഫോഴ്സ് ഇക്വേഷൻ ഐ എൽ ബി സൈൻ തീറ്റയാണ്. തീറ്റ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെയും ആ ലെങ്തിന്റെയും തമ്മിലുള്ള, അല്ലെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ ആണ്. അതും 90 ഡിഗ്രി ആയിട്ട് കിട്ടും. സൈൻ 90യുടെ വില 1 ആണ്, വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഐ എൽ ബി ആയിട്ട് കിട്ടും. ഇനിയും അതിന്റെ ഡയറക്ഷൻ കൊണ്ടാണ്, അതും ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ഡയറക്ഷൻസ് കണ്ടുപിടിക്കാം. ഡയറക്ഷൻസ് കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നോക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരുന്നു, കറണ്ടിന്റെ ഡയറക്ഷൻ നേരെ താഴേക്കായി. അപ്പോൾ നമുക്ക് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ തമ്പിന്റെ ഡയറക്ഷൻ ആണ്. ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് നൽകുന്നത് അതെന്ന് പറയുന്നത് പുറത്തോട്ടാണ് അല്ലേ, പേപ്പറിന്റെ പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തോട്ട്, അതായത് നമ്മുടെ നേരെ ആയിരിക്കും അത് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പം അതിന്റെ ഡയറക്ഷൻ നമ്മൾ എഴുതി. ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഔട്ട് ഓഫ് ദി പേപ്പർ. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഒരു റെക്ടാങ്കുലർ കറന്റ് ക്യാരിയിങ് ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞപ്പോൾ അതിൽ 2 ആമിൽ മാത്രമേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് പി ക്യു എന്ന് പറയുന്ന ആമിലും ആക്ട് ചെയ്യുന്നുണ്ട്, ആർ എസ് എന്ന് പറയുന്ന ആമിലും ആക്ട് ചെയ്യുന്നുണ്ട്. ക്യു ആർ എന്ന് പറയുന്നതും പി എസ് എന്ന് പറയുന്ന ആമിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്നും പറഞ്ഞു. പി ക്യു എന്ന് പറയുന്ന ആമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഉള്ളിലേക്കാണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഐ എൽ ബി ആണ്. സെയിം ഫോഴ്സ് തന്നെയാണ് ഈ ആമിലും ആക്ട് ചെയ്യുന്നത്, പക്ഷേ അതിന്റെ ഡയറക്ഷൻ പുറത്തോട്ടാണ്. അപ്പം ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് 2 ഫോഴ്സുകൾ? 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫോഴ്സ് ഉള്ളിലേക്ക്, മറ്റൊരു ഫോഴ്സ് നേരെ പുറത്തേക്ക്. അത് പാരലൽ ഫോഴ്സ് ആണ്, പാരലൽ ഫോഴ്സ്. ഓക്കെ, പാരലൽ ഫോഴ്സ് ആണ്, സെയിം മാഗ്നിറ്റ്യൂഡുള്ള പാരലൽ ഫോഴ്സ്. അത്തരം ഫോഴ്സുകളെയാണ് നമ്മൾ കപ്പിൾ എന്ന് പറയുന്നത്. അത്തരം ഫോഴ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിക്ചർ നോക്കിയാൽ അറിയാം, ഒരു ഫോഴ്സ് നേരെ താഴേക്ക്, ഒരു ഫോഴ്സ് നേരെ മുകളിലേക്ക്. കണ്ടല്ലേ? അത് ഒരു ലൈനിലല്ല ആക്ട് ചെയ്യുന്നത്, അത് പാരലൽ ഫോഴ്സുകളാണ്. നോക്കിയേ, 2 ആമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്, രണ്ടും പാരലാണ്. നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കുമ്പോൾ അറിയാനൊക്കെ പാരലൽ ഫോഴ്സ്. അപ്പോൾ ഈ പാരലൽ ഫോഴ്സ് കൊണ്ട് സെയിം ഫോഴ്സ് പാരലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ കപ്പിൾ എന്ന് പറയുന്നത്. അവിടെ ഒരു കപ്പിൾ ആക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു ടോർക്ക് ഉണ്ടാവും അല്ലേ? ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്താണ്? ടോർക്കിന്റെ ഇക്വേഷൻ 1 ഓഫ് ദി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. 1 ഓഫ് ദി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ 1 ഓഫ് ദി ഫോഴ്സ്, ഇവിടെ ഫോഴ്സ് രണ്ടും സെയിം ആണ്. അതിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് ഐ എൽ ബി ആണ് ഫോഴ്സ്. ഇനി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അപ്പം ഈ ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതെന്ന് പറയുന്നത് ബി ആണ് അല്ലേ? ബി. അപ്പോൾ ഇൻറ്റു ബി എന്ന് എഴുതാം. അപ്പോൾ ടോർക്കിന്റെ ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു ഐ എൽ ബി ഇൻറ്റു ബി എന്ന് എഴുതാം. ഇനി എൽ ഇൻറ്റു ബി. വാട്ട് ഈസ് എൽ ഇൻറ്റു ബി? ഇതാണ് എൽ, ഇതാണ് ബി. എൽ ഇൻറ്റു ബി എന്ന് പറയുന്നത് ഇതിന്റെ ഏരിയ കിട്ടുക, ഈ ലൂപ്പിന്റെ ഏരിയ ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് എൽ ഇൻറ്റു ബിക്ക് പകരം എ എന്ന് കൊടുക്കാം. അപ്പോൾ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഐ എ ബി എന്ന് എഴുതാം. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഐ എ ബി. അപ്പം ഈ ടോർക്ക് എന്ന് പറയുന്നത് ഈ ലൂപ്പിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം ടോർക്കാണ്. The magnetic field which is parallel to the plane of the loop is called radial magnetic field. ഈ ലൂപ്പിന് പാരലായിട്ട്, ഈ ലൂപ്പിന്റെ പ്ലെയിന് പാരലായിട്ട് ആക്ട് ചെയ്യുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. അപ്പോൾ ഈ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ടേം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്? ലൂപ്പിന്റെ പ്ലെയിന് പാരലായിട്ട് ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇതിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം ടോർക്ക്. ഇങ്ങനെ ടോർക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് സംഭവിക്കും? ഈ റെക്ടാങ്കുലർ കോയിലിൽ ഒരു ടോർക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റെക്ടാങ്കുലർ കോയിലിൽ എന്ത് സംഭവിക്കും? ഒരു ബോഡിയിലേക്ക് ടോർക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് സംഭവിക്കും? റേച്ചൽ,
രോഹിത്, ഒരു ബോഡിയിലേക്ക് ടോർക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്ത് സംഭവിക്കും? And ആരും ഇല്ലേ ക്ലാസ്സിൽ? ആരോൺ? Rotation motion. It will rotate. Yes, correct, Sean. It will rotate. When a torque acts on a body, it will rotate. അപ്പം ഇവിടെ ഈ കോയിലിൽ ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ്. ഇത് വളരെ സിമ്പിൾ കേസ് ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ തിയറി മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ പ്രധാനപ്പെട്ട ടോപ്പിക് ഇതാണ്, കേസ് 2. That is, magnetic field makes an angle with the plane of the loop. The magnetic field makes an angle with the plane of the loop. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആംഗിൾ മാറിപ്പോയി കഴിഞ്ഞാൽ തെറ്റുണ്ടാവും. അതുകൊണ്ട് ആംഗിൾ ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ സെക്കൻഡ് കേസിൽ നമ്മൾ ലൂപ്പ് വെച്ചിരിക്കുന്നത് ലൂപ്പിൻ്റെ പ്ലെയിൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കിക്കൊണ്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ നേരത്തെ വരച്ചത് തന്നെ ഈ ഡയറക്ഷൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് അതിന്റെ പ്ലെയിൻ ഇല്ലേ? നമ്മളുടെ കോയിലിന്റെ പ്ലെയിൻ ഇതാണ്. ആ കോയിലിന്റെ പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഒരു ആംഗിൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, consider a rectangular loop of side L and B suspended in a uniform magnetic field of intensity B. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ഒരു rectangular coil which is having a side L and B, it is suspended in a uniform magnetic field. The uniform magnetic field is having the intensity B. Let I be the current flowing through the loop in clockwise direction. Here the current is flowing in clockwise direction. Okay. The magnitude of the current is I ampere. Let theta be the angle between normal to the plane of the loop and the magnetic field. അപ്പോൾ ഇവിടെ ഞാൻ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഡിഫൈൻ ചെയ്തേക്കെന്ന് ശ്രദ്ധിക്കുക. Let theta be the angle between normal to the plane of the loop. Normal to the plane of the loop and the magnetic field. അതായത് ലൂപ്പിന്റെ പ്ലെയിന് നോർമൽ അല്ലെങ്കിൽ ലൂപ്പിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ, ലൂപ്പിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, ലൂപ്പിന്റെ പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ അല്ല, പകരം ലൂപ്പിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അതായത് ഇത്രയും മാത്രമേ ഉള്ളൂ. ലൂപ്പിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ആ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ആണ്. ആ പ്ലെയിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ആണ് ഏത്? ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അപ്പം ലൂപ്പിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഇതാണല്ലോ ലൂപ്പിന്റെ പ്ലെയിൻ. ഇതാണ് ലൂപ്പിന്റെ പ്ലെയിൻ. ലൂപ്പിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷൻ ആണ്? ഇതാണ് ലൂപ്പിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ആ പെർപെൻഡിക്കുലറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് ഞാൻ തീറ്റ ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ആംഗിൾ തെറ്റിപ്പോകരുത്. ക്ലിയർ ആണല്ലോ? അപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. We are considering a rectangular loop having sides L and B, which is suspended in a uniform magnetic field having intensity B. A current I is flowing through the conductor or the loop through a loop in a clockwise direction. Let theta be the angle between the normal to the plane of the loop, normal to the plane of the loop and the magnetic field. Okay. We know the force acting on the current
on the conductor of length L carrying current I in the magnetic field is given by F is equal to I into L cross B. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ആണ്. The force acting on the conductor of length L carrying current I in a magnetic field is given by F is equal to I into L cross B. And the direction of force is given by the Fleming's left hand rule. ഇനി നമുക്ക് ഇവിടെ ഏതൊക്കെ ആമിൽ ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്, ഏതൊക്കെ ആമിൽ ഫോഴ്സ് ഉണ്ടാവുന്നില്ല എന്നുള്ളത് നോക്കാം. ഇവിടെ the force on the arm QR and PS are equal and opposite. ഇവിടെ എല്ലാ ആമിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ ഉള്ള കേസിൽ ഈ ആമിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഈ കേസിൽ ഒരു ആംഗിൾ ഉണ്ട്, ഒരു ആംഗിളിലാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദ ഫോഴ്സ് ഓൺ ദി ആം QR എന്ന് പറയുന്ന ആമിലും PS എന്ന് പറയുന്ന ആമിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈക്വലും ഓപ്പോസിറ്റുമാണ്. അതേപോലെ തന്നെ അത് ആക്ട് ചെയ്യുന്നത് ഇതിന്റെ ആക്സിസിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു കൊളീനിയർ ഫോഴ്സ് ആണ്. അതായത് ഒരു ലൈനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്, സെയിം ലൈനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. അതുകൊണ്ട് അത് ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. ഓക്കെ, അപ്പൊ അത് ഒരൊറ്റ സെന്റൻസിൽ നിങ്ങൾക്ക് നോട്ടിൽ എഴുതിയാൽ മതി. QR എന്ന് പറയുന്ന ആമിലും PS എന്ന് പറയുന്ന ആമിലും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അത് അതിന്റെ ആക്സിസിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഒരു ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യും, ഒരു ഫോഴ്സ് നേരെ താഴേക്ക് ആക്ട് ചെയ്യും, സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. അതുകൊണ്ട് അത് ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ അത് നോട്ടിൽ ഇത്രയും മാത്രം എഴുതി വെച്ചാൽ മതി. അത് എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് QR എന്ന് പറയുന്ന ആമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. നമ്മൾ ഫോഴ്സിന്റെ ഇക്വേഷൻ നേരത്തെ എഴുതിയായിരുന്നു. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? F is equal to I into L cross B. ഇതായിരുന്നല്ലോ എഴുതിയത്. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? I into LB sin theta. ഓക്കെ, ഇവിടെ L പകരം B ആണ്. കാരണം ഇതിന്റെ ലെങ്ത്, ഈ QR എന്ന് പറയുന്ന എലമെന്റിന്റെ ലെങ്ത് B ആണ്. അതുകൊണ്ട് നമുക്ക് അതെങ്ങനെ എഴുതാം? IB sin theta എന്ന് എഴുതാം. ഓക്കെ, എന്താണ് തീറ്റ? തീറ്റ എന്ന് പറയുന്നത് ആ എലമെന്റിന്റെ ലെങ്തും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ലെങ്ത് ആണ്. എലമെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്, അല്ലെങ്കിൽ കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ ഈ ആംഗിൾ ആണ് തീറ്റ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ഇവിടെ തീറ്റ ആയിട്ട് ഈ ആംഗിൾ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് നോർമലും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ്. അപ്പൊ ഈ കേസിൽ തീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിളാണ്, ഈ ആംഗിൾ. ഓക്കെ, അപ്പം ഈ ആംഗിൾ എത്ര വരും? ഈ ആംഗിൾ എത്ര വരും? ഈ ആംഗിൾ ഈ ടോട്ടൽ ആംഗിൾ എത്ര വരും? ഈ ആംഗിൾ എത്ര വരും? പിക്ചർ നോക്കി ആർക്ക് പറയാം? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ, തെറ്റിക്കോട്ടെ. നിയ പിക്ചർ നോക്കിക്കേ. ഇത് ആ കോയിലിന്റെ അപ്സൈഡ് ആണ്, അതിന്റെ ലെങ്ത് ആണിത്. ഇതെന്ന് പറയുന്നത് അതിന്റെ പ്ലെയിന് നോർമൽ ആണ്, പ്ലെയിന് നോർമൽ. ഓക്കെ, പ്ലെയിന്റെ നോർമലും അതിന്റെ ഒരു സൈഡും തമ്മിലുള്ള ആംഗിൾ അപ്പോൾ എത്ര വരും? 90 ഡിഗ്രി വരും, 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ടോട്ടൽ ആംഗിൾ 90 ഡിഗ്രി ആണ്.
അതിൽ ഈ ആംഗിൾ തീറ്റ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? 90 മൈനസ് തീറ്റ. ഈ ആംഗിൾ 90 മൈനസ് തീറ്റ. അപ്പോൾ നമുക്ക് ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 90 മൈനസ് തീറ്റ ആയിട്ട് നമുക്ക് എഴുതേണ്ടതുണ്ട്. അപ്പോൾ സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ ബി ഇൻറ്റു ക്യാപിറ്റൽ ബി കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇനി അതിൻ്റെ ഡയറക്ഷൻ, ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് തമ്പിൻ്റെ ഡയറക്ഷൻ ആയിട്ട് ഈ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കിട്ടുക. സിമിലർ കേസ് നമുക്ക് ഈ എസ് പി എന്ന് പറയുന്ന സൈഡിലും എടുക്കാം. എസ് പി എന്ന് പറയുന്ന സൈഡിൽ എടുക്കുമ്പോഴും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഐ ബി ബി സൈൻ 90 മൈനസ് തീറ്റ തന്നെയാണ്. 90 മൈനസ് തീറ്റ കോസ് തീറ്റ. അപ്പോൾ സെയിം ഫോഴ്സ് ആണ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന സെയിം ഫോഴ്സ് തന്നെയാണ് ഇവിടെയും ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ നോക്കുമ്പോൾ തമ്പ് താഴേക്കായിരിക്കും കിട്ടുക. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഈ ആമിലും ആക്ട് ചെയ്യുന്നത് സെയിം ഫോഴ്സ് ആണ്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ആക്സിസിലൂടെയാണ് അത് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ക്യാൻസൽ ഔട്ട് ചെയ്തു. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത് ഒരൊറ്റ സെന്റൻസിൽ നമുക്ക് നോട്ടിൽ അത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്തത് പി ക്യു എന്ന് പറയുന്ന ആമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചാണ് നോക്കേണ്ടത്. പി ക്യു എന്ന് പറയുന്ന ആമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഐ എൽ ബി സൈൻ തീറ്റയാണ്. ഇവിടെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ, അതായത് ലെങ്തും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് സൈൻ 90യുടെ വാല്യൂ 1 ആകും. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ ഐ എൽ ബി ആയിട്ട് കിട്ടും. ഐ എൽ ബി. അതിന്റെ ഡയറക്ഷൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ട് വരും? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് ഡയറക്ഷൻ പറയുമ്പോൾ ഇൻവേർഡ് ആയിട്ട്, പേപ്പറിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻവേർഡ് ആയിട്ടായിരിക്കും അത് ആക്ട് ചെയ്യുക, അകത്തോട്ടായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ F1 എന്ന് പറയുന്ന ഫോഴ്സ് ആണ്. F1 എന്ന് പറയുന്ന ഫോഴ്സ് അതിന്റെ ഉള്ളിലേക്ക് ആക്ട് ചെയ്യും. അടുത്ത ആം ആർ എസ് എന്ന് പറയുന്ന ആം നമുക്ക് എടുക്കാം. ആർ എസ് എന്ന് പറയുന്ന ആം എടുക്കുകയാണെങ്കിൽ അവിടെയും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെയിം തന്നെയാണ്. ഐ എൽ ബി എന്ന് പറയുന്ന ഫോഴ്സ് ആണ്. അതിന്റെ ഡയറക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്ക്രീന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷേ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പുറത്തോട്ടായിരിക്കും, ഈ ഡയറക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ ഒരു ഫോഴ്സ് F1 എന്ന് പറയുന്ന ഫോഴ്സ് അകത്തോട്ട് ആക്ട് ചെയ്യുന്നു. F2 എന്ന് പറയുന്ന ഫോഴ്സ് ഈ ആമിൽ പുറത്തോട്ട് ആക്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ്, ഫസ്റ്റ് കേസിൽ പറഞ്ഞ അതേപോലെ തന്നെ ടു ഫോഴ്സസ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ദേ ആർ പാരലൽ ഫോഴ്സസ്. Their magnitudes are same and they act in opposite direction. And this constitute a couple. And the moment of the couple is called torque. So in this coil a torque will act, and the equation for the torque can be written as ILB. One of the force is ILB into perpendicular distance. അങ്ങോട്ടുള്ള ഫോഴ്സും ഇങ്ങോട്ടുള്ള ഫോഴ്സും നമ്മളെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കേസിൽ അത് QN ആണ്. QN. ഓക്കെ, ആ QN നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ILB ഇൻറ്റു QN എന്ന് എഴുതാം. QN എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് നോക്കിക്കേ. QN കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുകയാണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കൊരു ആംഗിൾ വേണം. ഈ ആംഗിൾ തീറ്റ തന്നെയായിരിക്കും. ഈ ആംഗിൾ തീറ്റ തന്നെയല്ലേ? നോക്കിക്കേ, ഈ ആംഗിൾ ഓൾറെഡി ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, തീറ്റ ആണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് തീറ്റയാണ്. ഈ ആംഗിൾ 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഈ ട്രയാംഗിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് 90 മൈനസ് തീറ്റ, ഇത് 90 മൈനസ് തീറ്റ, ഇത് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. കറക്റ്റ്. അപ്പോൾ ഈ ആംഗിളും തീറ്റയാണ്. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാൽ
ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് സൈൻ തീറ്റയുടെ ഇക്വേഷൻ എഴുതാം. സൈൻ തീറ്റയുടെ ഇക്വേഷൻ എഴുതാം. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു opposite side qn divided by hypotenuse. Hypotenuse is this side, that is b. അപ്പോൾ what is the value of qn? Qn is equal to b sin theta. Qn is equal to b sin theta. Okay. ഇനിയും L into b. L into b is area. L into b is area. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? Tau is equal to IAB sin theta എന്ന് എഴുതാം. Tau is equal to IAB sin theta. ഓക്കെ. ഇനി നമുക്ക് വെക്ടർ ഫോമിൽ എങ്ങനെ എഴുതാം? വെക്ടർ ഫോമിൽ ടോ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ ക്രോസ് ബി എന്ന് എഴുതാം. ടോ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ ക്രോസ് ബി. ഇനി ഐ ഇൻറ്റു എ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദി കറന്റ് ലൂപ്പാണ്. ഇപ്പോൾ പുതിയൊരു ടേം ആണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഡൈപോളിന്റെ കേസിൽ എന്തായിരുന്നു ഡൈപോൾ? An equal and opposite charges separated, a pair of equal and opposite charges separated by a very small distance is called an electric dipole. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ ആണ്. ഓക്കെ. അപ്പം ഇവിടെ ഈ എം മാഗ്നറ്റിക് ഡൈപോളിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പം തൽക്കാലം ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എമ്മിനെ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. എങ്ങനെയാണ് എം മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എമ്മിനെ ഡിഫൈൻ ചെയ്തത്? ഐ ഇൻറ്റു എ ആണ്. കറന്റ് ഇൻറ്റു ഏരിയ ആണ് എം, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദി കറന്റ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഐ ഇൻറ്റു എക്ക് പകരം എം എന്ന് കൊടുക്കാം. അപ്പോൾ ടോയുടെ ഇക്വേഷൻ ആണ് ടോ ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഒരു സിംഗിൾ ലൂപ്പ് മാത്രമേ ഉള്ളൂ, ഒരു ടേൺ മാത്രമുള്ള ഒരു റെക്ടാങ്കുലർ ലൂപ്പിന്റെ കേസാണ് പഠിച്ചത്. ഇനി ഒന്നിലധികം n നമ്പർ ഓഫ് ടേണുകളുള്ള ഒരു റെക്ടാങ്കുലർ ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷന്റെ കൂടെ ഒരു n കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം ABIN sin theta. അപ്പം ഈ ഇക്വേഷൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് എബിൻ എന്ന് പറയുന്നത്. എബിൻ എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പേരുണ്ടാവും, എബിൻ. അപ്പോൾ ആ ഓർഡർ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ടോർക്കിന്റെ ഇക്വേഷൻ ആണ് എബിൻ സൈൻ തീറ്റ. ഓക്കെ. മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ IA ആണ്. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ നമുക്ക് n കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, NIA എന്ന് എഴുതാം. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ ആണ് M is equal to NI. അപ്പോൾ ടോർക്കിന്റെ ഇക്വേഷൻ മറന്നുപോയതും ടോർക്കിന്റെ ഇക്വേഷൻ ആണ് എബിൻ സൈൻ തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഏതൊക്കെ തമ്മിലുള്ള ആംഗിൾ ആണ്? കോയിലിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ. അതാണ് ഇവിടെ തീറ്റ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ടോർക്ക് ആക്ട് ചെയ്യുന്നത് മൂലം എന്ത് സംഭവിക്കും? ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യും. കണ്ടില്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണുന്നത് പോലെ ആ കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ പഠിച്ച ടോർക്ക് എബിൻ സൈൻ തീറ്റ എന്ന് പറയുന്ന ടോർക്ക് ആക്ട് ചെയ്യുന്നത് മൂലമാണ് ഈ കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനിയും പറയുന്നത്, ഇപ്പോൾ തിയറി ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഈ ആ ആംഗിളിന്റെ കാര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുകയാണ്. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണ് വരുന്നത്, അല്ലെങ്കിൽ അവർ ക്വസ്റ്റ്യനിൽ ഏത് ആംഗിൾ ആണ് സ്പെസിഫൈ ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നമുക്ക് ഇക്വേഷൻ എഴുതാൻ. രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഒന്ന്, കോയിലിന്റെ പ്ലെയിനിന്റെ പെർപെൻഡിക്കുലറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ചില കേസിൽ പറയും. അപ്പോൾ നമുക്ക് സൈൻ തീറ്റ ആയിട്ട് നമുക്ക് എടുക്കണം. ചില കേസിൽ അങ്ങനെയല്ല, കോയിലിന്റെ പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആയിരിക്കും നിങ്ങൾക്ക് നൽകുക. കോയിലിന്റെ പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ. വ്യത്യാസം മനസ്സിലായല്ലോ? ഒന്ന് കോയിലിന്റെ പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ, മറ്റൊന്ന് കോയിലിന്റെ പ്ലെയിനിന്റെ പെർപെൻഡിക്കുലറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ. ഓക്കെ. അപ്പം ഏത് ആംഗിൾ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് ഇക്വേഷൻ എഴുതേണ്ടത്. ഇനി
കോയിലിന്റെ പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് നമുക്ക് അവർ നൽകുന്നതെങ്കിൽ നമുക്ക് ആ ആംഗിളിനെ ഞാൻ ആൽഫ എന്ന് എടുക്കുകയാണ്. ഓക്കെ, ആൽഫ എന്ന് എടുക്കുക. ഇഫ് ദ പ്ലെയിൻ ഓഫ് ദ ലൂപ്പ് മേക്സ് ആൻ ആംഗിൾ ആൽഫ വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇതാണ് ആൽഫ ആയിട്ട് വരിക. ഓക്കെ, തീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ തീറ്റ പ്ലസ് ആൽഫ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? തീറ്റ പ്ലസ് ആൽഫ 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 90 മൈനസ് ആൽഫ ആയിട്ട് എടുക്കാം. ആ കേസിൽ നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ എബിൻ സൈൻ തീറ്റ ആയിരുന്നു. എബിൻ സൈൻ തീറ്റയിലെ തീറ്റയ്ക്ക് വരാൻ 90 മൈനസ് ആൽഫ എന്ന് കൊടുക്കാം. 90 മൈനസ് ആൽഫ എന്ന് കൊടുക്കാം. 90 മൈനസ് ആൽഫ എന്ന് പറയുന്നത് കോസ് ആൽഫ ആയിട്ട് എടുക്കാം. ആ കേസിൽ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നൽകുന്നത് എങ്കിൽ നിങ്ങൾ ടോർക്കിന്റെ ഇക്വേഷൻ എബിൻ കോസ് ആൽഫ എന്ന് എടുക്കണം. ഇനി ഒരു കേസും കൂടെ പറയാം. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദ ലൂപ്പ്. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി ലൂപ്പ്. പ്ലെയിൻ ഓഫ് ദി ലൂപ്പിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇതാണ് പ്ലെയിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, അതേ ഡയറക്ഷനിൽ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് തീറ്റ എന്ന് പറയുന്നത് 0 ആകും. തീറ്റ എന്ന് പറയുന്നത് 0 ആകും. സെയിം ഡയറക്ഷനിലാണ് രണ്ടും ആക്ട് ചെയ്യുന്നത്. തീറ്റ എന്ന് പറയുന്നത് 0 ആകുമ്പോൾ എബിൻ സൈൻ തീറ്റ എന്താവും? എബിൻ സൈൻ തീറ്റ സൈൻ 0 എന്ന് പറയുന്നത് 0 ആയി പോകും. ടോർക്ക് എന്ന് പറയുന്നത് 0 ആയി പോകും. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ലൂപ്പിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ടോർക്ക് അതിൽ ആക്ട് ചെയ്യത്തില്ല. ടോർക്ക് ആക്ട് ചെയ്യും. അപ്പോൾ ടോർക്ക് ആക്ട് ചെയ്യാത്ത കേസ് ആണ് ഏത്? മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ചുള്ള കാര്യം ഇതാണ്. തീറ്റ ആണോ ആൽഫ ആണോ പറയുന്നത് നോക്കുക. തീറ്റ എന്ന് പറയുന്നത് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിന് തമ്മിലുള്ള ആംഗിൾ. ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ലൂപ്പിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആണ്. അപ്പോൾ ലൂപ്പിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണെങ്കിൽ എബിൻ സൈൻ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ ലൂപ്പിന്റെ പ്ലെയിനും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നതെങ്കിൽ എബിൻ കോസ് ആൽഫ എന്ന് പറയുന്ന ഇക്വേഷനും നിങ്ങൾ ഉപയോഗിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൻ്റെ ഡയറക്ഷൻസ് ഒക്കെ മനസ്സിലാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഞാൻ മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് ആണ് നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിനാവശ്യമായ സപ്പോർട്ടിങ് പിക്ചേഴ്സ് ഒക്കെ അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ഡൗട്ട് ഒന്നുമില്ലേ? ഇപ്പം എന്താ നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലാതെ? ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ പഠിച്ചപ്പോൾ ധാരാളം ഡൗട്ടുകളൊക്കെ നിങ്ങൾ ചോദിച്ചതാണ്. തേർഡും ഫോർത്തും ഒക്കെ വന്നപ്പോഴത്തേക്ക് ഡൗട്ടേ ഇല്ല. എന്തുകൊണ്ടാണ് ഡൗട്ട് ചോദിക്കാത്തതെന്ന് അറിയാമോ? കാര്യങ്ങൾ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് ഡൗട്ട് ഇല്ലാത്തത്. ഓക്കെ, ആരും ഒന്നും മിണ്ടുന്നില്ല. ഈ ക്വസ്റ്റ്യൻ എഴുതുക, നോട്ട് ചെയ്യാം. Two wires of equal length are bent in the form of two loops.
one of the loop is square shape, whereas the other loop is circular. These are suspended in a uniform magnetic field and same current is passed through them. Which loop will experience greater torque? Give reason. രണ്ട് വയേഴ്സ്, ഇതൊരു വയർ, ഇത് മറ്റൊരു വയർ, രണ്ടിൻ്റെയും ലെങ്ത് സെയിം ആണ്. ആ രണ്ടിനെയും ബെൻഡ് ചെയ്ത് ഒരെണ്ണം ഒരു സ്ക്വയർ ലൂപ്പാക്കി മാറ്റി, മറ്റൊന്ന് ഒരു സർക്കുലർ ലൂപ്പാക്കി മാറ്റി. അത് രണ്ടും നമ്മൾ ഒരു സെയിം മാഗ്നറ്റിക് ഫീൽഡ്, സെയിം ഇൻറ്റൻസിറ്റി ഉള്ള മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ രണ്ട് ലൂപ്പുകളും നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നത്. അതിലൂടെ രണ്ടിലൂടെയും സെയിം കറണ്ടാണ് നമ്മൾ ഫ്ലോ ചെയ്യിച്ചത്. We have to find out which loop will experience greater torque. ആർക്ക് പറയാം? ടോർക്കിന്റെ ഇക്വേഷൻ എബിൻ സൈൻ തീറ്റ ആണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ n വേണ്ട, എബി എന്ന് എഴുതാം അല്ലേ? എബി എന്ന് എഴുതാം. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ്, കറണ്ട് സെയിം ആണ്. ഏരിയ ഡിഫറെൻ്റ് ആണ്. ഇതൊരു സ്ക്വയർ ലൂപ്പായിട്ടാണ് മാറിയിരിക്കുന്നത്, ഇതൊരു സർക്കുലർ ലൂപ്പായിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പം സെയിം ലെങ്ത് ഉള്ള ഒരു വയർ വെച്ച് സ്ക്വയർ ലൂപ്പ് ഉണ്ടാക്കുമ്പോഴാണോ സർക്കുലർ ലൂപ്പ് ഉണ്ടാക്കുമ്പോഴാണോ ഏരിയ കൂടുതൽ ഉള്ളത് എന്ന് നോക്കാം. ഏരിയ കൂടിയാൽ ടോർക്ക് കൂടും. അപ്പം കൂടുതൽ ഏരിയ ഉള്ള ലൂപ്പിലായിരിക്കും കൂടുതൽ ടോർക്ക് ആക്ട് ചെയ്യുക. അതാണല്ലോ ഇക്വേഷൻ പറയുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, സെയിം ലെങ്ത് ഉള്ള ഒരു വയർ വെച്ച് നമ്മൾ ഒരു സർക്കുലർ ലൂപ്പ് ഉണ്ടാക്കിയാൽ അതിന്റെ ഏരിയ πr² എന്ന് എഴുതാം. ഒരു സ്ക്വയർ ലൂപ്പ് ഉണ്ടാക്കിയാൽ അതിന്റെ ഏരിയ a² എന്ന് എഴുതാം. അപ്പം ഈ ഏരിയയിൽ സർക്കുലർ ലൂപ്പിനായിരിക്കും കൂടുതൽ ഏരിയ ഉണ്ടാവുക. അപ്പോൾ സർക്കുലർ ലൂപ്പ് ഹാസ് ഗ്രേറ്റർ ഏരിയ ദാൻ ദി സ്ക്വയർ ലൂപ്പ്. സോ the circular loop will experience greater torque in the magnetic field because torque is directly proportional to area of the loop. Clear ആണോ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. ഇൻസേർട്ട് എക്സസൈസ് 4.9. Previous slide. A square coil of side 10 centimeter consists of 20 turns and carries a current of 12 ampere. The coil is suspended vertically and
normal to the plane of the coil. Okay, normal to the plane of the coil, and it plane of the coil makes an angle 30 degree with the direction of uniform horizontal magnetic field of magnitude 0.80 Tesla. അപ്പോൾ ഇവിടെ ആംഗിൾ പറഞ്ഞേക്കുന്നത് ശ്രദ്ധിക്കുക, ആംഗിൾ അവർ ഡിഫൈൻ ചെയ്തേക്കുന്നത് ശ്രദ്ധിക്കുക. നോർമൽ ടു ദി പ്ലെയിൻ ഓഫ് ദി കോയിൽ makes an angle 30 degree with the direction of uniform horizontal magnetic field. അതായത് മാഗ്നറ്റിക് ഫീൽഡും കോയിലിന്റെ പ്ലെയിന് നോർമലും തമ്മിൽ ഒരു 30 ഡിഗ്രി ആംഗിൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് വന്നിട്ടുണ്ട് 0.80 ടെസ്ല. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് എക്സ്പീരിയൻസ്ഡ് by the coil? We have to find out the torque experienced. ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ടോ ഈസ് ഈക്വൽ ടു എബിൻ സൈൻ തീറ്റ വേണോ, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എബിൻ കോസ് ആൽഫ വേണോ? ആർക്ക് പറയാം? യെസ്, സൈൻ തീറ്റ മതി. കാരണം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും കോയിലിന്റെ പ്ലെയിന് നോർമൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ തമ്മിലുള്ള ആംഗിൾ ആണ് ഇവിടെ തീറ്റ ആയിട്ട് അവർ നൽകിയിരിക്കുന്നത് 30 ഡിഗ്രി. അതുകൊണ്ട് നമുക്ക് എബിൻ സൈൻ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. തന്നിരിക്കുന്ന വാല്യൂസ് എഴുതുക. ഏരിയ തന്നിട്ടില്ല, പകരം സൈഡ് തന്നിട്ടുണ്ട്, സ്ക്വയർ ആണ്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാം. ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. എബിൻ സൈൻ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോർക്കിന്റെ ഇക്വേഷൻ എബിൻ സൈൻ തീറ്റ സിമ്പിൾ ആണ്. കിട്ടിയോ? ആൻസർ 0.96 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. 0.96 ന്യൂട്ടൺ മീറ്റർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. NCERT exercise 4.13. 4.13. A circular coil of 30 turns and radius 8 centimeter carrying a current of 6 ampere is suspended vertically in a uniform horizontal magnetic field of magnitude 1 Tesla. The field line makes an angle 60 degree with the normal of the coil. Calculate the magnitude of the counter torque that must be applied to prevent the coil from turning. First part നമുക്ക് നോക്കാം. A circular coil of
30 turns. സർക്കുലർ കോയിലാണ്, റെക്ടാങ്കുലർ കോയിൽ അല്ല, ഇവിടെ സർക്കുലർ കോയിലാണ് എടുത്തിരിക്കുന്നത്. അല്ലെ, നമ്പർ ഓഫ് ടേൺസ്, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു 30. The radius നമുക്ക് 6 ആയിട്ട് എടുക്കാം. സർക്കുലർ കോയിലിന്റെ റേഡിയസ് 8 സെന്റിമീറ്റർ ആണ്. അത് 8 into 10 raised to minus 2 meter. It is carrying a current I is equal to 6 ampere. Okay. And it is suspended vertically in a uniform magnetic field of magnitude 1 Tesla. Okay. ഇനി ആംഗിൾ പറയുന്നത് ശ്രദ്ധിച്ചേ. The field lines makes an angle 60 degree with the normal of the coil. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കോയിലിന്റെ പ്ലെയിനിന് നോർമൽ, കോയിലിന്റെ പ്ലെയിനിന് നോർമലുമായിട്ടുണ്ടാകുന്ന ആംഗിൾ ആണ് 60 ഡിഗ്രി. അപ്പോൾ തീറ്റ ആണ് തന്നിരിക്കുന്നത്, തീറ്റ 60 ഡിഗ്രി. Calculate the magnitude of the counter torque that must be applied to prevent the coil from turning. അപ്പം അവർ ചോദിച്ചിരിക്കുന്നത് ടോർക്ക്, അവിടെ ആക്ട് ചെയ്യുന്ന ടോർക്ക് അല്ല, പകരം അവിടെ ഒരു ടോർക്ക് ആക്ട് ചെയ്യും. ആ ടോർക്കിന് ഒരു കൗണ്ടർ ടോർക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് ഇതിന്റെ ടേണിംഗ് നിർത്താൻ വേണ്ടി ആവശ്യമായ ടോർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ ഈ കോയിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു ടോർക്ക് ആക്ട് ചെയ്യും. ആ ടോർക്ക് മൂലം അത് റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ എന്താ ചെയ്യുന്നത്? ആ റൊട്ടേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കൗണ്ടർ ടോർക്ക് കൊടുക്കണം. ആ കൗണ്ടർ ടോർക്ക് എത്രയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ടോർക്ക് തന്നെയാണ് കൗണ്ടർ ടോർക്ക് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഉള്ള ടോർക്ക് കണ്ടുപിടിച്ചാൽ മതി. ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? ടോർക്ക് ഈസ് ഈക്വൽ ടു എബിൻ സൈൻ തീറ്റ ആണ് വേണ്ടത്. കാരണം ഇവിടെ നോർമലും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് എബിൻ സൈൻ തീറ്റ തന്നെ ഉപയോഗിക്കാം. ഇവിടെ ഏരിയ തന്നിട്ടില്ല, റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ടോർക്ക് എത്ര കിട്ടി? .133 ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്ക്. 3.133 ന്യൂട്ടൺ മീറ്റർ. ഇനിയും ഒരു സെക്കൻഡ് പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? വുഡ് യുവർ ആൻസർ ചേഞ്ച് if the circular coil in A പാർട്ടിലെ circular coil were replaced by a planar coil of some irregular shape that enclose the same area. All other particulars are unaltered.
അപ്പം ഇവർ പറഞ്ഞിരിക്കുന്നത് ആ സർക്കുലർ കോയിൽ മാറ്റിയിട്ട് ഒരു ഇറഗുലർ ഷേപ്പ് ഉള്ള ഒരു കോയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഏരിയയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല, ഏരിയയ്ക്ക് സെയിം ഏരിയ ഉള്ള ഒരു ഇറഗുലർ ഷേപ്പ് ഉള്ള ഒരു കോയിലാണ് എടുക്കുന്നത്. ബാക്കിയുള്ള പർട്ടിക്കുലേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയോ ബാക്കിയുള്ള എന്താണ് ബാക്കിയുള്ള പാരാമീറ്റേഴ്സിലൊന്നും ചേഞ്ച് വരുന്നില്ല, ആംഗിളിലോ ഒന്നും ചേഞ്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ എബിൻ സൈൻ തീറ്റയാണ്, അതിൽ ഏരിയ ആണ് പ്രമുഖമായ ഫാക്ടർ. ഏരിയയ്ക്ക് ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല, ബാക്കിയുള്ള ഫാക്ടേഴ്സിനും ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ടോർക്കിന് യാതൊരുവിധ ചേഞ്ചും ഉണ്ടാവില്ല. ഇഫ് ഏരിയ ഈസ് സെയിം, ടോ വിൽ ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഷേപ്പ്. ഷേപ്പ് ഏതാണ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഷേപ്പ് ഏതാണെങ്കിലും ഏരിയ സെയിം ആയതുകൊണ്ട് നേരത്തെ ആക്ട് ചെയ്ത ടോർക്ക് തന്നെയാണ് പുതിയ കേസിലും ആക്ട് ചെയ്യുക. ഓക്കെ, ഇത് 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യാം. A square shaped plain coil of area 100 centimeter square of 200 turns carries a steady current of 5 ampere. It is placed in a uniform magnetic field of 0.2 Tesla acting perpendicular to the plane of the coil. Calculate the torque on the coil when its plane makes an angle of 60 degree with the direction of the field. In which orientation will the coil be in stable equilibrium? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ സ്ക്വയർ ഷേപ്പ് പ്ലെയിൻ കോയിൽ ഓഫ് ഏരിയ 100 സെന്റിമീറ്റർ സ്ക്വയർ ഓഫ് 200 ടേൺസ്. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ കോയിലാണുള്ളത്, അല്ല നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട് 200, ഏരിയ തന്നിട്ടുണ്ട് 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പം 100 സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കി മാറ്റണം. അപ്പോൾ 100 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ. പിന്നെന്താ തന്നിരിക്കുന്നത്? കറണ്ട് തന്നിട്ടുണ്ട്, കറണ്ട് 5 ആംപിയർ. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് B 0.2 ടെസ്ല. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ ടോർക്ക് ഓൺ ദ കോയിൽ വെൻ ഇറ്റ്സ് പ്ലെയിൻ മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടോർക്ക് വെൻ ദ പ്ലെയിൻ, ഇവിടെ കോയിലിന്റെ പ്ലെയിൻ ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനുമായിട്ട് 60 ഡിഗ്രി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പ്ലെയിൻ ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ ആൽഫ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആൽഫയാണ് അവിടെ 60 ഡിഗ്രി, ആൽഫയാണ് 60 ഡിഗ്രി. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എഴുതേണ്ടത് ടോർക്കിന്റെ ഇക്വേഷൻ, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എ ബിൻ കോസ് ആൽഫ എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
ഓക്കെ 1 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും 1 ന്യൂട്ടൺ മീറ്റർ. ലാസ്റ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഇൻ വിച്ച് ഓറിയന്റേഷൻ വിൽ ദ കോയിൽ ബി ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. കോയിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആകുന്നത് എപ്പോൾ? കോയിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആകുന്ന പറയുന്നത് ടോർക്ക് ഒന്നും ആക്ട് ചെയ്യാത്തപ്പോഴാണ് കോയിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ടോർക്ക് ആക്ട് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ, ടോർക്ക് 0 ആകണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താ? ടോർക്കിന്റെ ഇക്വേഷൻ എബിൻ സൈൻ തീറ്റ ആണ്. എബിൻ സൈൻ തീറ്റ ആണ്. അതായത് തീറ്റ 0 ആകണം. തീറ്റ 0 ആകണം. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിലുള്ള ആംഗിളാണ്? കോയിലിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ. അതായത് തീറ്റ 0 ആകുമെന്ന് പറഞ്ഞാൽ കോയിലിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലറും മാഗ്നറ്റിക് ഫീൽഡും സെയിം ഡയറക്ഷൻ ആകുമ്പോൾ ടോർക്ക് 0 ആയി മാറും. ഫോർ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് പ്ലെയിൻ ഓഫ് ദ കോയിൽ makes an angle 90 degree with the magnetic field. അല്ല എങ്കിൽ perpendicular to the plane അല്ലെങ്കിൽ അതായത് ഏരിയ വെക്ടർ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആകണം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അതനുസരിച്ച് നിങ്ങൾ എഴുതുക. അപ്പം അൾട്ടിമേറ്റ് ആയിട്ട് ടോർക്ക് 0 ആകുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ടോപ്പിക് polarity of current flow. When current flows in a circular loop, magnetic field is set up around the circular current loop. The circular current loop behaves as a magnetic dipole. One phase of the loop behaves as north pole and other phase behaves as south pole. അതായത് ഒരു സർക്കുലർ കോയിൽ എടുക്കുക, സർക്കുലർ കോയിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അതിന് ചുറ്റിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു സൈഡ് നോർത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യും, ഒരു സൈഡ് സൗത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആ കോയിലിനെ നമ്മൾ ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ ആ സൈഡ് നോർത്ത് പോൾ ആയിരിക്കും, മറു സൈഡിൽ കൂടെ നോക്കുമ്പോൾ ആ സൈഡ് സൗത്ത് പോൾ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അതുകൊണ്ടാണ് ആ സർക്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പിനെ നമ്മളൊരു മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇലക്ട്രിക് ഡൈപോൾ അറിയാമല്ലോ, എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും. അപ്പം ഒരു കോയിൽ നമ്മൾ എടുത്താൽ ആ കോയിലൂടെ കറണ്ടിനെ കടത്തിവിടുമ്പോൾ അതിന് ചുറ്റിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുകയും അതിൽ ആ കോയിലിനെ നമ്മൾ ഒരു സൈഡിലൂടെ വ്യൂ ചെയ്യുമ്പോൾ ആ സൈഡ് നോർത്ത് പോൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, മറു സൈഡിലൂടെ നമ്മൾ നോക്കുമ്പോൾ ആ കോയിലിനെ തന്നെ മറു സൈഡിൽ നോക്കുമ്പോൾ അതൊരു സൗത്ത് പോൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പം ഏത് സൈഡാണ് നോർത്ത് പോൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഏത് സൈഡാണ് സൗത്ത് പോൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയാണ് ഈ പിക്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നതെങ്കിൽ, കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ നമ്മൾ നോക്കുന്ന ആ പോർഷൻ സൗത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യും. കാരണം സൗത്ത് പോൾ എസ് ഇത് എഴുതിയേക്കുന്നുണ്ടോ, എസ് എഴുതിയേക്കുന്നുണ്ടോ? അപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതുകൊണ്ടാണ് ഇത് സൗത്ത് പോൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി നോർത്ത് പോൾ ആയിട്ട് എങ്ങനെയാകും? ആന്റി ക്ലോക്ക് വൈസിലാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അത് ആന്റി ക്ലോക്ക് വൈസിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിനെ നോർത്ത് പോൾ ആയിട്ട്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് എൻ, ഇത് എൻ ആണ് അല്ലേ, എൻ ആണ്. അപ്പോൾ എൻ നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റൈലിൽ അങ്ങ് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. എൻ കണ്ടോ, ഇങ്ങനെ എൻ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ എഴുതി ആരോ മാർക്ക് കൊടുത്തു. അപ്പോൾ കറണ്ട് ആന്റി ക്ലോക്ക് വൈസ്. അപ്പം ഇത്രയും മാത്രമേ ഉള്ളൂ. കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ഒഴുകുന്നതെങ്കിൽ അത് സൗത്ത് പോളും, കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഒഴുകുന്നതെങ്കിൽ അത് നോർത്ത് പോളും ആകും. നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ആ പിക്ചർ സൗത്ത് എന്നും നോർത്ത് എന്നും എഴുതിയേക്കുന്നത്. ഇതേ രീതിയിൽ അവർ എഴുതിയേക്കുന്നത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇഫ് ദ കറണ്ട് ഇൻ ദ ലൂപ്പ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദിസ് ഫേസ് ഓഫ് ദ ലൂപ്പ് ബിഹേവ്സ് ആസ് എ സൗത്ത് പോൾ. If the current is in the anti-clockwise direction, this phase of the loop behaves as a north pole. നമുക്ക് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ സ്മോൾ m.
നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ടോർക്ക് ആക്ടിംഗ് ഓൺ എ കറന്റ് ക്യാരിങ് ലൂപ്പ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ എ ബി സൈൻ തീറ്റ. എ ബി സൈൻ തീറ്റ സിംഗിൾ ടേണേ ഉള്ളൂ, അതുകൊണ്ടാണ് n മാറ്റിയേക്കുന്നത്. ഓക്കെ, എ ബി സൈൻ തീറ്റ വേർ I is the current flowing through the loop, A is the area of the loop, and theta is the angle between magnetic field and normal to the plane of the loop. Normal to the plane of the loop. Okay. The product IA is known as magnetic dipole moment of the current loop. So magnetic dipole moment എന്ന് പറയുന്നത് I into A ആണ് നമുക്ക് magnetic dipole moment എന്ന് പറയുന്നത്. So magnetic dipole moment is a vector quantity, that is vector m is equal to I into vector A എന്ന് എഴുതാം. I into vector A. If there are n number of turns, we can write m is equal to NIA. അതിന്റെ യൂണിറ്റ് എങ്ങനെ എഴുതാം? യൂണിറ്റ് കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ യൂണിറ്റ് ഈസ് ആംപിയർ മീറ്റർ സ്ക്വയർ. ഡയമെൻഷൻ നമുക്ക് ഇക്വേഷനിൽ നിന്ന് എഴുതാം. ഡയമെൻഷൻ ഇക്വേഷൻ എഴുതുമ്പോൾ കറണ്ടിന്റെ ഡയമെൻഷൻ എ ആയിട്ട് എഴുതാം, ഏരിയയുടെ ഡയമെൻഷൻ എൽ സ്ക്വയർ ആയിട്ട് എഴുതാം. അപ്പോൾ എൽ സ്ക്വയർ എ ആണ് ഡയമെൻഷൻ. ഇതാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ഇതിപ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. Write the expression for the magnetic moment m due to a magnetic dipole moment എന്നും magnetic moment എന്നും പറയും കേട്ടോ എമ്മിനെ. അപ്പോൾ magnetic moment m due to a planar square loop of side L carrying a steady current I in vector form. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ വെക്ടർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. വെക്ടർ ഫോമിൽ ഓൾറെഡി നമ്മൾ എഴുതിയായിരുന്നു. വെക്ടർ m ഈസ് ഈക്വൽ ടു I into വെക്ടർ A എന്ന് നമ്മൾ നേരത്തെ എഴുതിയാണ്. ഇവിടെ ഏരിയ അല്ല, ലെങ്തിന്റെ ടേമിൽ എഴുതാനാണ് അവർ പറയുന്നത്. ലെങ്തിന്റെ ടേമിൽ എഴുതാൻ. അപ്പൊ ലെങ്തിന്റെ ടേമിൽ എഴുതാൻ വേണ്ടി നമുക്കറിയാം ഏരിയ സ്ക്വയർ ലൂപ്പ് ആണ് അല്ലെ, സ്ക്വയർ ലൂപ്പ് ആണ്. സ്ക്വയർ ലൂപ്പ് ആകുമ്പോൾ ഏരിയ എന്ന് പറയുന്നത് L into L ആണ്, L സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആൻസർ ഇതേ രീതിയിൽ എഴുതാം. വെക്ടർ m ഈസ് ഈക്വൽ ടു I into L സ്ക്വയർ യൂണിറ്റ് വെക്ടർ n. യൂണിറ്റ് വെക്ടർ n എന്താണ്? യൂണിറ്റ് വെക്ടർ n എന്ന് പറയുന്നത് ഏരിയയുടെ ഡയറക്ഷൻ നൽകുന്നതാണ് യൂണിറ്റ് വെക്ടർ n. ഓക്കെ, ഇത് m അല്ല n ആണ് കേട്ടോ. യൂണിറ്റ് വെക്ടർ n രണ്ടും സെയിം ആണ്. എമ്മിന്റെയും എന്നിന്റെയും ഡയറക്ഷൻ സെയിം ആണ്. അപ്പോൾ യൂണിറ്റ് വെക്ടർ n. അപ്പം what is n? n gap is the unit vector normal to the loop. n gap is the unit vector normal to the loop. അപ്പം ഏരിയയുടെ അതേ ഡയറക്ഷൻ തന്നെയാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഇത് ഈ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. A circular coil of n turns and radius capital R carries a current I. It is unwound and rewound to make another coil of radius R by 2. Current I remains the same. Calculate the ratio of magnetic moments of the new coil and the original coil. Magnetic moment in the ratio കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവരെന്താ ചെയ്തേക്കുന്നത്? നമുക്കൊരു സർക്കുലർ കോയിൽ നൽകിയിട്ടുണ്ട്. ഒരു സർക്കുലർ കോയിൽ, അതിന്റെ ടേൺ സർക്കുലർ കോയിൽ തന്നിട്ടുണ്ട്. അതിൽ എത്ര ടേണുകളുണ്ട്? n നമ്പർ ഓഫ് ടേൺസ് ഉള്ള ഒരു സർക്കുലർ കോയിലാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. അതിലൂടെ I ആംപിയർ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. അതിനെ നമ്മൾ അൺവൂണ്ട് ചെയ്തു, എന്നിട്ട് വീണ്ടും അതിനെ ചുറ്റി മറ്റൊരു കോയിൽ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് നേരത്തെ അത്രയും വലിപ്പമുള്ളതല്ല, അതിന്റെ റേഡിയസിന്റെ പകുതി റേഡിയസ് ഉള്ള കോയിലാണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തത്.
അപ്പോൾ യൂഷ്വലി അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കൂടും അല്ലേ, നമ്പർ ഓഫ് ടേൺസ് കൂടും. അപ്പം സെയിം ലെങ്ത് ഉള്ള കോയിൽ, സെയിം ലെങ്ത് ഉള്ള വയർ തന്നെയാണ് നമ്മൾ വീണ്ടും അതിനെ കോയിലാക്കി മാറ്റിയേക്കുന്നത്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നേരത്തെ പകുതിയായി മാറി. സെയിം കറണ്ടാണ് അതിലൂടെ ഒഴുക്കുന്നത്. നമുക്ക് ഈ രണ്ട് കോയിലിൻ്റെയും മാഗ്നറ്റിക് മൊമെന്റ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ലെങ്ത്. ആ കോയിലിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്, കോയിൽ ഉണ്ടാക്കാൻ ഉപയോഗിച്ച വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് മാറുന്നില്ല, സെയിം വയർ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വയറിന്റെ ലെങ്തിന് ചേഞ്ച് ഉണ്ടാവുന്നില്ല. ആദ്യത്തെ കേസിൽ വയറിന്റെ ലെങ്ത് എത്രയായിരിക്കും? ആദ്യത്തെ കേസിൽ റേഡിയസ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കോയിലിന്റെ സർക്കംഫറൻസ് എത്രയാ? കോയിലിന്റെ സർക്കംഫറൻസ് 2πr ആണ് സർക്കംഫറൻസ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്ര കിട്ടും? എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്? n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് n × 2πr ആയിരിക്കും. രണ്ടാമത്തെ കേസിൽ അതിന്റെ സർക്കംഫറൻസ് എന്താണ്? 2πr/2 ആണ് സർക്കംഫറൻസ്. അതിന്റെ നമ്പർ ഓഫ് ടേൺസ് നമുക്കറിയത്തില്ല, അത് n1 ആയിട്ട് എടുത്തു. അപ്പം n1 നമുക്ക് അറിയത്തില്ല. അപ്പം ലെങ്ത് സെയിം ആണ് അല്ലേ, അതുകൊണ്ടാണ് n 2πr = n1 2πr എന്ന് നമുക്ക് എഴുതാൻ കഴിയുന്നത്. ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവാം. 2πr ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. അപ്പോൾ n1 എന്ന് പറയുന്നത് 2n ആയിട്ട് എഴുതാം. n1 = 2n ആയിട്ട് എഴുതാം. മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ എന്തുവാ? മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ I × A. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ NiA. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ NiA ആണ്. ഫസ്റ്റ് കേസിൽ കോയിലിന്റെ റേഡിയസ് 6 ആണ്. അപ്പോൾ അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് നമുക്ക് എങ്ങനെ എഴുതാം? Ni ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ക്യാപിറ്റൽ R ആണ് റേഡിയസ്, അതുകൊണ്ട് πr² എന്ന് എഴുതാം. അതിനെ അൺവൗണ്ട് ചെയ്തിട്ട് വീണ്ടും റീവൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ റേഡിയസ് r/2 ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. ആ കേസിൽ നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് എങ്ങനെ എഴുതാം? m1 എന്നുള്ള ടേം എടുക്കാം. m1 = n1 × I × അതിന്റെ ഏരിയ എത്ര വരും? π × r/2² ഇങ്ങനെ എഴുതാം. n1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. n1ന്റെ വാല്യൂ 2n ആണ്. 2n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. n1ന് പകരം 2n കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ 2n × I × πr²/4 എന്ന് എഴുതി. ഈ 4ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. അപ്പോൾ Ni πr²/2 എന്ന് എഴുതാം. ഇനിയും റേഷ്യോ കണ്ടുപിടിച്ചോളൂ. ന്യൂ കോയിലിന്റെയും ഒറിജിനൽ കോയിലിന്റെയും. ന്യൂ കോയിലിന്റെ മാഗ്നറ്റിക് മൊമെന്റ് m1 ആണ്. ഓൾഡ് കോയിലിന്റെ മാഗ്നറ്റിക് മൊമെന്റ് m ആണ്. റേഷ്യോ എത്ര കിട്ടും? കിട്ടിയൊരു ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേ. Yes, 1/2. അടുത്ത ക്വസ്റ്റ്യൻ സിമിലർ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെയ്യാനൊക്കെ ഒന്ന് നോക്കിക്കേ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
A coil of n turns and radius r carries a current I. It is unwound and rewound to make a square coil of side A having same number of turns capital N. Keeping the current I same, find the ratio of magnetic moment of the square coil and circular coil. അപ്പോൾ ആദ്യത്തേത് സർക്കുലർ കോയിലാണ്. അപ്പം എ കോയിൽ ഓഫ് n ടേൺസ് ആൻഡ് റേഡിയസ് ആർ. അപ്പം ആദ്യത്തേത് സർക്കുലർ കോയിലാണ്. അതിൽ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. അതിൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ എൻ ആണ്. അതിലൂടെ I ആംപിയർ കറണ്ട് ഒഴുകുന്നു. അതിനെ അൺവൂണ്ട് ചെയ്തു, അതിനെ റീവൂണ്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പുതിയത് സ്ക്വയർ ആണ് കിട്ടിയേക്കുന്നത്. റേഡിയസിലൊന്നും ചേഞ്ച് അല്ല വരുന്നത്. പുതിയ സ്ക്വയർ കോയിലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത്. അതിലെ നമ്പർ ഓഫ് ടേൺസ് സെയിം ആണ്. അതാണ് ഇതിൽ നമ്പർ ഓഫ് ടേൺസ് സെയിം ആയിട്ട് നിർത്തി. അതിൻ്റെ സൈഡ് എ ആണ്. അതിൻ്റെ സൈഡിൻ്റെ ലെങ്ത് എ ആണ്. ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് സെയിം കറണ്ട് തന്നെയാണ് നമ്മൾ ഫ്ലോ ചെയ്യിച്ചത്. നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദി സ്ക്വയർ കോയിൽ ആൻഡ് സർക്കുലർ കോയിൽ. അപ്പോൾ ഇവിടെയും ലെങ്ത് സെയിം ആണ് അല്ലേ? ലെങ്ത് സെയിം ആണ്. ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിച്ച വയറിന്റെ ലെങ്ത് സെയിം ആണ്. അപ്പോൾ രണ്ട് ലെങ്ത് തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പം സർക്കുലർ കോയിലിന്റെ ലെങ്ത് എത്രയാണ്? ഒരു കോയിലിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്. അങ്ങനെ എത്ര ടേണുകളുണ്ട്? n ടേണുകളുണ്ട്. അപ്പോൾ n 2πr. ഇനിയും ഒരു സ്ക്വയറിന്റെ സർക്കംഫറൻസ് എത്രയാണ്? സ്ക്വയറിന്റെ സൈഡ് എ ആണ്. അപ്പോൾ a പ്ലസ് എ പ്ലസ് എ പ്ലസ് എ, അതായത് 4a ആണ് അതിന്റെ സർക്കംഫറൻസ്. എത്ര ടേണുകളുണ്ട്? സെയിം നമ്പർ ഓഫ് ടേൺസ് ആണ്, n ടേൺസ്. അപ്പോൾ n 2πr ഈസ് ഈക്വൽ ടു n 4a എന്ന് എഴുതാം. നമുക്ക് a അറിയത്തില്ല, അപ്പം a ഇക്വേഷൻ എഴുതാം. n-ഉം n-ഉം ക്യാൻസൽ ചെയ്ത് പോവും, 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് a ഇക്വേഷൻ എഴുതാം πr/2 എന്ന് എഴുതാം. πr/2 എന്ന് എഴുതാം. ഇനി സർക്കുലർ കോയിലിന്റെ മാഗ്നറ്റിക് മൊമെന്റ് mc എന്ന് എഴുതാം. അത് NIA ആണ്. അപ്പോൾ NI ചേഞ്ച് ഒന്നുമില്ല. ഏരിയ πr² ആണ്. ഇനി സ്ക്വയർ കോയിലിന്റെ MS എന്ന് എഴുതാം. അതിൽ നമ്പർ ഓഫ് ടേൺസ് ചേഞ്ച് ഇല്ല, കറണ്ടിന്റെ ചേഞ്ച് ഇല്ല. ഏരിയ A² എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്ക്വയർ കോയിൽ MS ഡിവൈഡഡ് ബൈ MC കണ്ടുപിടിക്കണം. എത്ര കിട്ടും? എത്ര കിട്ടും? ഷോൺ, Anu, what is the answer?
രോഹിത്, pi by 4. യെസ്, ആൻസർ ഈസ് റൈറ്റ്. നോറയ്ക്ക് മാത്രമേ ആൻസർ കിട്ടുള്ളൂ, ബാക്കി ആർക്കും കിട്ടുന്നില്ലേ? അത് നോറ മാത്രമേ ചെയ്യുന്നുള്ളൂ. Magnetic moment of the square coil divided by magnetic moment of the circular coil എന്ന് പറയുമ്പോൾ a square by pi r square എന്ന് എഴുതാം. എയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യാൻസൽ ഔട്ട് ചെയ്യാനുള്ളത് ക്യാൻസൽ ഔട്ട് ചെയ്യുക. പൈ ക്യാൻസൽ ഔട്ട് ചെയ്യും. ബാക്കിയുള്ളത് pi by 4. The answer is pi by 4. ഓക്കെ, ഇനി അടുത്തത് മൂവിങ് കോയിൽ ഗാലനോമീറ്റർ ആണ്. അതും കൂടെ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർക്കാം. അതോടെ ഈ ചാപ്റ്റർ തീരും. ഓക്കെ, ശരി എന്നാൽ, ബൈ.